ഹായ് ഗായ്സ് ദ ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 8 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 12 പേരാണ് ഇത്തവണ നോമിനേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അട്ടിമറികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോ ഡീറ്റെയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കൃത്യമായ വോട്ടിങ്ങിൻ്റെ വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇന്നലത്തെ അപേക്ഷിച്ച് വളരെ വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. അതിന് മാത്രം യാതൊരു മാറ്റവുമില്ല. ജിൻഡോ മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 63,215 വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ ഇപ്പോഴും സിബിൻ തന്നെയാണ് തുടരുന്നത്. ഇന്നലെ ലഭിച്ച ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇന്ന് കണ്ടുവരുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം ചിലപ്പോൾ സിബിൻ പുറത്തായെന്നുള്ളൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ 55,800 വോട്ട് നേടി 2-ാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ് സിബിൻ. 3-ാം പൊസിഷനിൽ അപ്രതീക്ഷിതമായിട്ട് ജാസ്മിൻ അട്ടിമറി മുന്നേറ്റമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജാസ്മിൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജാസ്മിന് പുറത്ത് നല്ലൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ ജാസ്മിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ 55,209 വോട്ട് നേടി 3-ാം പൊസിഷനിലേക്ക് അഭിഷേകിനെ അട്ടിമറിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ അഭിഷേക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിനാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അഭിഷേകിന് 55,006 വോട്ട് നേടി 4-ാം പൊസിഷനാണ് നിലനിർത്തിയിരിക്കുന്നത്. 5-ാം പൊസിഷനിൽ ഇപ്പോഴും സായി തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിന് തുടക്കത്തിൽ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് 5-ാം പൊസിഷനിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 52,133 വോട്ട് നേടി 5-ാം പൊസിഷനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. 6-ാം പൊസിഷനിൽ ഇപ്പോഴും അർജുൻ തന്നെയാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ വളരെ ബാക്കിലായിരുന്ന അർജുൻ ഇപ്പോൾ 6-ാം പൊസിഷനിൽ തന്നെയുണ്ട്. 40,123 വോട്ട് നേടിയാണ് അർജുൻ 6-ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 7-ാം പൊസിഷനിൽ അപ്സരയാണുള്ളത്. ഒരു ഘട്ടത്തിൽ 6-ാം പൊസിഷനിലായിരുന്ന അപ്സര 7-ാം പൊസിഷനിൽ പോയതിനു ശേഷം ഒരു ഘട്ടത്തിലും തിരിച്ചു കയറാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 37,890 വോട്ട് നേടി 7-ാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ് അപ്സര. 8-ാം പൊസിഷനിൽ നോറ അട്ടിമറി മുന്നേറ്റം നടത്തി കയറി വന്നിരിക്കുകയാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ 10-ാം പൊസിഷനിലായിരുന്ന നോറ ഇപ്പോൾ 8-ാം പൊസിഷനിലേക്ക് അട്ടിമറിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. 32,145 വോട്ട് നേടി 8-ാം പൊസിഷനിലാണുള്ളത്. 9-ാം പൊസിഷനിൽ അൻസിബയാണ് ഉള്ളത്. 31,299 വോട്ടാണ് അൻസിബയ്ക്ക് നേടാൻ സാധിച്ചത്. വളരെ ചെറിയൊരു വോട്ടിംഗ് മുന്നേറ്റം മാത്രമാണ് അൻസിബയുടെ ഭാഗത്തു നിന്ന് കണ്ടുവരുന്നത്. 10-ാം പൊസിഷനിലേക്ക് ജയദേവ് തള്ളപ്പെട്ടതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അഭിഷേകിന് വോട്ടിംഗ് വളരെ തീരെ കുറവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 31,025 വോട്ട് മാത്രമേ അഭിഷേകിന് കരസ്ഥമാക്കാനായുള്ളൂ. ഒരു ഡേഞ്ചർ പോസ്റ്റിലാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു മത്സരാർത്ഥി കൂടിയായി മാറിയിരിക്കുകയാണ് അഭിഷേക്. 11-ാം പൊസിഷനിലേക്ക് റസ്മിൻ കയറി വന്നതാണ് മറ്റൊരു അട്ടിമറി. നന്ദനെ അട്ടിമറിച്ചുകൊണ്ട് 28,789 വോട്ട് നേടി 11-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. 12-ാം പൊസിഷനിൽ ഇപ്പോൾ നന്ദനയാണുള്ളത്. പുറത്തേക്ക് പോകാൻ ഏറ്റവും ചാൻസ് കൽപ്പിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് നന്ദന. ഏതായാലും ഇപ്പോൾ 27,600 വോട്ട് നേടിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് നന്ദനയ്ക്കും റസ്മിനും വളരെ നിർണായകമാണ്.